ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായി. പതിനായിരക്കണക്കിന് ഭക്തരാണ് നഗരത്തിന്റെ പല ഭാഗത്തും പൊങ്കാല അർപ്പിച്ചത്. വിവരങ്ങളുമായി സ്വാന്തന സാജു ചേരുന്നുണ്ട്. സ്വാന്തന, ചടങ്ങുകളെല്ലാം പൂർത്തിയായല്ലോ, ഭക്തജനങ്ങൾ മടങ്ങി തുടങ്ങിയോ? അതെ ഷഹാന ചോദിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 2024 പൊങ്കാല മഹോത്സവം സമാപിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിയോടുകൂടി ചടങ്ങുകളൊക്കെ ആരംഭിച്ച് 10:30 തന്നെ ഇവിടെ പണ്ടാര അടുപ്പിൽ തീ കൊളുത്തി അതോടുകൂടിയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ശേഷം 2:30 ഈ നിവേദ്യം നടന്നത്. ആ ചടങ്ങുകളും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അതോടുകൂടി ഈ പൊങ്കാല അർപ്പിക്കാനെത്തിയ 10,000-കണക്കിന് ഭക്തജനങ്ങളായ സ്ത്രീകൾ ഇപ്പോൾ തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇന്നലെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 2-3 ദിവസമായി തിരുവനന്തപുരത്തിന്റെ പല പ്രദേശങ്ങളും നോക്കുകയാണെങ്കിൽ അടുപ്പുകല്ലുകൾ, അതുപോലെ തന്നെ കലവും ഈ പൊങ്കാലയിടാനുള്ള സാധന സാമഗ്രികളായിരുന്നു എവിടെ നോക്കിയാലും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ അത്തരത്തിൽ നടത്തിയ ഒരു ഒരുക്കം പൂർണ്ണമായിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ 2024 പൊങ്കാല സമാപിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണിപ്പോൾ, അതിൻ്റെ ഒരു തിരക്കിലാണിപ്പോൾ. എല്ലാവരും തന്നെ അവരവരുടെ പൊങ്കാല കടങ്ങളൊക്കെ എടുത്ത് തിരിച്ച് എത്രയും പെട്ടെന്ന് ബസ് കിട്ടുന്ന ഇടത്തേക്ക് പോയി തിരുവനന്തപുരത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? KSRTC അധിക സർവീസുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ, ട്രെയിൻ സർവീസുകൾ എങ്ങനെയാണ്? ഭക്തർക്ക് മടങ്ങി പോകാനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? തീർച്ചയായിട്ടും ഷഹാന, ഇത്തവണ ഈ ഭക്തർക്ക് മടങ്ങിപ്പോകാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ ഈ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. അതിൻ്റെ ഒരു തിരക്കിലാണ് എല്ലാവരും. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻപിൽ നിന്ന് തന്നെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, തിരുവനന്തപുരം തമ്പാനൂരിലേക്ക് ഇവിടുന്ന് ബസ് സർവീസ് നടത്തുന്നുണ്ട്. ആ ബസ്സുകളിൽ കയറി ഈ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തമ്പാനൂരിൽ എത്താവുന്നതാണ്. തമ്പാനൂരിൽ നിന്നായിരിക്കും ശേഷം അവർക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ട, സമീപ ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ തന്നെ ദൂരസ്ഥലത്ത് നിന്ന് വന്നവരുണ്ട്. തമ്പാനൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ അവിടെ ബസ് സർവീസും അതുപോലെ തന്നെ ട്രെയിൻ സൗകര്യവും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ അവിടെ തന്നെയാണ്, അതുപോലെ തന്നെ തൊട്ടടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡും അവിടെ തന്നെയാണ്. അവിടെ വരെ ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ട്. അവിടെ നിന്ന് ഈ ഭക്തജനങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിച്ച് ട്രെയിൻ സർവീസും ബസ് സർവീസും ഒക്കെ അവിടെ എത്തി തിരഞ്ഞെടുക്കാവുന്നതാണ്. 500-ലധികം ബസ്സുകളാണ് ഇത്തവണ ഈ ഭക്തജനങ്ങളുടെ യാത്രാ സൗകര്യത്തിനായി KSRTC സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ യാത്രയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ അറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ഇന്ന് പൊങ്കാലയായിരുന്നു, പൊങ്കാല കലങ്ങളായിരുന്നു, ഭക്തജനങ്ങളായിരുന്നു. അപ്പം അവർ ഇത്രയും ആളുകൾ ഒന്നിച്ച് പോകാനുള്ള ഒരു തിടുക്കം വരുമ്പോഴേക്കും നമുക്ക് അറിയുന്നത് പോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്കിലേക്ക് കുറച്ച് മണിക്കൂറിലേക്ക് തിരുവനന്തപുരം മാറാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം, ഇത്രയും ജനങ്ങൾ ഒന്നിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഗതാഗത കുരുക്കൊക്കെ കുറച്ച് സമയത്തേക്ക് ഉണ്ടാകുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ആളുകൾക്കെല്ലാം പോകാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ എല്ലായിടത്തും ഈ കട്ടയും അതുപോലെ തന്നെ കലങ്ങളും ഒക്കെയാണ് ഇനി ബാക്കിയുള്ളത്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പറയുകയാണെങ്കിൽ നാളെ രാവിലെയോടെ തന്നെ നഗരസഭ അധികൃതർ എല്ലാം തന്നെ വൃത്തിയാക്കി തിരുവനന്തപുരത്തെ പഴയപടിയാക്കും. അങ്ങനെ 2024 പൊങ്കാല അതോടെ അവസാനിക്കും. കുറച്ച് സമയം മുമ്പ് നമ്മൾ ഇവിടെ ചില ഭക്തരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുകയായിരുന്നു, വളരെ സന്തോഷത്തോടെ എത്തി, വളരെ ഭക്തിസാന്ദ്രമായി തന്നെ പൊങ്കാലയിട്ട് പോകാനുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത തവണ വീണ്ടും ഇങ്ങനെ വന്ന് പൊങ്കാലയിട്ട് പോകാൻ കഴിയണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തരോട് ചോദിക്കുകയാണെങ്കിൽ അവർക്കറിയാം, ചില ആളുകൾക്കൊന്നും എത്ര തവണ വന്നിട്ടുണ്ട് എന്ന് പോലും അറിയില്ല. അത്രയുമേറെ തവണ വന്നു പോയ ആളുകളാണുള്ളത്. അപ്പം ഇനിയും വരാൻ കഴിയണമേ എന്നൊരു പ്രാർത്ഥന, അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും ഈ അമ്പലത്തിന്റെ പടി കടന്ന് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നല്ലൊരു യാത്ര നൽകാനായി KSRTC മറ്റ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി നഗരസഭയും ക്ഷേത്ര ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനം കുറിച്ചിരിക്കുകയാണ്. സ്വാന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.